നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഒരു അഫർമേഷനെ കുറിച്ചാണ്. ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങളിപ്പോൾ ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അവസാനമായിരിക്കും ആ അഫർമേഷൻ പറയുന്നത്. ആ അഫർമേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ഇപ്പോൾ ഇവിടെ എടുക്കാൻ പോകുന്നത്. കാർഡെല്ലാം സ്പ്രെഡായിട്ടുണ്ട്. വന്നിരിക്കുന്ന കാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ്, ദ എംബറസ്, ഹൈ പ്രീസ്റ്റസ്, നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്, 6 ഓഫ് വാൻഡ്സ്, ദ ഡെവിൾ കാർഡ്, സ്ട്രെങ്ത്, കിങ് ഓഫ് വാൻഡ്സ്, 7 ഓഫ് വാൻഡ്സ്, ക്യൂൻ ഓഫ് വാൻഡ്സ്. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് 8 ഓഫ് സോഡ്സ് ആണ്. വീഡിയോയുടെ അവസാനം പറയാൻ പോകുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു അഫർമേഷനാണ്. ഇന്നലെ ഇട്ടിരുന്നത് ഒരു യൂണിവേഴ്സൽ റിച്വലിനെ കുറിച്ചാണ്. പലർക്കും അത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു അഫർമേഷൻ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ചിന്തകളിൽ എന്തൊക്കെ മാറ്റം വരും എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു അഫർമേഷൻ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ മുഴുവനും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് നിറയും എന്നാണ്. ഈ ഒരു അഫർമേഷൻ പറയുന്ന നിമിഷം തന്നെ നിങ്ങളോട് ആ വ്യക്തിക്ക് ഒരുപാട് സ്നേഹം ഉണ്ടാവുകയും നിങ്ങളെക്കുറിച്ച് മാത്രമുള്ള ചിന്തകൾ കൊണ്ട് ആ വ്യക്തിയുടെ മനസ്സ് നിറയും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും നിങ്ങളുടെ ഓർമ്മകളും, നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ആയിരുന്ന സമയത്ത് നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു നല്ല ഓർമ്മകളൊക്കെ ഈ വ്യക്തി ചിന്തിക്കാൻ തുടങ്ങും. ആ നിമിഷങ്ങളെയൊക്കെ കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കാൻ തുടങ്ങും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ കെയറിങ്ങും സ്നേഹവും കൊടുത്ത സപ്പോർട്ടും എല്ലാം ആ വ്യക്തിയുടെ മനസ്സിൽ ഓർമ്മ വരികയും നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ മടങ്ങി വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ മദർ ഇൻ ലോ ആണെങ്കിലും സിസ്റ്റർ ഇൻ ലോ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഏതൊരു വ്യക്തി മൂലമാണോ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവിടെ ബ്രേക്കപ്പ് സംഭവിച്ചത്, അത്രയും നാളും ആ ഒരു തേർഡ് പേഴ്സണിൻ്റെ വാക്കിന് വില കൊടുത്തിട്ടാണ് നിങ്ങൾ തമ്മിലുള്ള ബ്രേക്കപ്പ് ഉണ്ടായത്. പക്ഷേ നിങ്ങൾ ഈ ഒരു അഫർമേഷൻ പറയുന്ന ആ ഒരു നിമിഷത്തിൽ തന്നെ ഈ ഒരു തേർഡ് പേഴ്സൺ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി വില കൊടുക്കാതാവുകയും ഈ തേർഡ് പേഴ്സൺ പറയുന്ന ഒന്നും തന്നെ ഇനി ആ വ്യക്തി അനുസരിക്കാതാവുകയും ചെയ്യും. അവരെ പൂർണ്ണമായിട്ടും മറന്ന്, അതിപ്പോൾ ആ ഒരു വ്യക്തിയുടെ അമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും ആ വ്യക്തിയുടെ ഫ്രണ്ടാണെങ്കിലും ഇപ്പോൾ ആ വ്യക്തി റിലേഷൻഷിപ്പിലുള്ള ഏതൊരു ലേഡി ആണെങ്കിലും ഒരു പുരുഷനാണെങ്കിൽ തന്നെ ആ ഒരു വ്യക്തി കംപ്ലീറ്റ്ലി മറന്ന് നിങ്ങളുടെ ഓർമ്മകൾ മാത്രമായിരിക്കും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാവുന്നത്. ഈ ഒരു അഫർമേഷൻ കാണുന്ന സമയം കണ്ട് നിങ്ങൾ ഈ അഫർമേഷൻ ചൊല്ലാൻ തുടങ്ങുന്ന സമയം തന്നെ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആകാൻ റീസണായ ആ ഒരു തേർഡ് പേഴ്സണിനെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി പതുക്കനെ അവോയ്ഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതിപ്പോൾ എന്ത് തന്നെ ബന്ധമാണെങ്കിൽ തന്നെയും ആ തേർഡ് പേഴ്സണിനെ ഗ്രാജുവലി അവോയ്ഡ് ചെയ്യും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ തേർഡ് പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ തെറ്റിദ്ധാരണകളാണോ അല്ലെങ്കിൽ കള്ളങ്ങളാണോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് പറഞ്ഞു കൊടുത്തത്, അതൊക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു അഫർമേഷൻ നിങ്ങൾ പറയുന്നതിലൂടെ മനസ്സിലാക്കാനുള്ള സിറ്റുവേഷൻസ് യൂണിവേഴ്സ് തന്നെ തുറന്നു കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളിത് 100% വിശ്വാസത്തോടു കൂടി തന്നെ ഈ ഒരു അഫർമേഷൻ പറയാൻ ശ്രമിക്കുക എന്നല്ല, 100% വിശ്വാസത്തോടു കൂടി തന്നെ പറയുക. ഇത്രയും നാൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ആ തേർഡ് പേഴ്സണിനെ ആണ് എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു അഫർമേഷൻ നിങ്ങൾ പറയുന്നതിലൂടെ
ആ ഒരു സിറ്റുവേഷൻ മാറാൻ പോവുകയാണ്. ആ തേർഡ് പേഴ്സണിൻ്റെ ഹിഡൻ ക്യാരക്ടർ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് റിവീൽ ചെയ്യാൻ പോവുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളിലേക്കുള്ള മടങ്ങി വരവ് ഒരുപാട് കാഠിന്യം നിറഞ്ഞതായിരിക്കില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ തേർഡ് പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും അകറ്റിയത് ഒരു ബ്ലാക്ക് മാജിക്കോ അതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടാണ് എന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ എഫക്റ്റ് നിങ്ങൾ ഈ ഒരു അഫർമേഷൻ പറയുന്നതിൽ കൂടെ ഇല്ലാതാകും. അതിവിടെ യൂണിവേഴ്സ് ഉറപ്പ് നൽകുന്ന കാര്യമാണ് നിങ്ങൾക്ക്. ഇത്രയും നാളും ഈ തേർഡ് പേഴ്സണിൻ്റെ വാക്ക് കേട്ട് ആ തേർഡ് പേഴ്സൺ മാത്രം പറഞ്ഞത് അനുസരിച്ചായിരുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ജീവിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഈ അഫർമേഷൻ പറയുന്നതിലൂടെ സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി സ്വയം ഒരു തീരുമാനമെടുക്കുകയും ആ തേർഡ് പേഴ്സണിനെ തള്ളി പറയാനും പോവുകയാണ്. എത്ര തന്നെ സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വന്നാൽ പോലും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളോടുണ്ടായിരുന്ന തെറ്റിദ്ധാരണകളെല്ലാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ മാറാൻ പോവുകയാണ്. നിങ്ങളെ വിഷമിപ്പിച്ചതും നിങ്ങളെ കരയിച്ചതും നിങ്ങളുടെ കണ്ണീരിൻ്റെ വില നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു നിമിഷം മനസ്സിലാവാൻ പോവുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കുള്ള ഒരു മടങ്ങി വരവ് പെർമനൻ്റ് ആയിരിക്കും എന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതായത് താൽക്കാലികമായിട്ട് മാത്രം വരുന്നതല്ല, നിങ്ങളിലേക്ക് നിങ്ങളുടെ കൂടെ സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാകുവാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരുന്നത്. നിങ്ങൾ എത്രത്തോളമാണോ വിഷമിച്ചത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ വാക്കുകൾ കൊണ്ട് നിങ്ങൾ എത്രത്തോളമാണോ സങ്കടം അനുഭവിച്ചത്, അതൊക്കെ യൂണിവേഴ്സ് നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്നതിലൂടെ നിങ്ങളുടെ വിഷമത്തിൻ്റെയും നിങ്ങളുടെ ഹൃദയം നോവിച്ചതിൻ്റെയും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴവും ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാകും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇത്രയും കാലം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരാതിരുന്നത് ആ വ്യക്തി തന്നെ സ്വയം വിചാരിച്ചിട്ടാണ്. നിങ്ങളിലേക്ക് ഇനി തിരിച്ചൊരു മടങ്ങി വരവില്ല, ആ വ്യക്തിയുടെ ലൈഫും ലോകവും ആ വ്യക്തിയുടെ ജീവിതം തന്നെ ഈ ഒരു തേർഡ് പേഴ്സണിന് വേണ്ടി ആയിരിക്കും എന്ന് തന്നെയായിരുന്നു നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തി തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിരിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു അഫർമേഷൻ ചൊല്ലുന്ന ആ സമയം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ തേർഡ് പേഴ്സണിൻ്റെ ഹിഡൻ ക്യാരക്ടർ റിവീൽ ആവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ തേർഡ് പേഴ്സണിൻ്റെ ക്യാരക്ടർ മനസ്സിലായി കഴിഞ്ഞാൽ ആ വ്യക്തി, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇത്രയും നാളും എടുത്ത തീരുമാനം തന്നെ തെറ്റായി പോയി എന്നുള്ള ബോധ്യം ആ വ്യക്തിക്ക് ഉണ്ടാവുകയും നിങ്ങളിലേക്ക് മടങ്ങി വരണ്ട എന്ന് ആ വ്യക്തി എടുത്ത തീരുമാനം മാറ്റി നിങ്ങളിലേക്ക് തന്നെ പെട്ടെന്ന് തന്നെ മടങ്ങി വരുവാൻ വേണ്ടി ആ വ്യക്തി തീരുമാനമെടുക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ വാക്ക് കേട്ട് നിങ്ങൾക്ക് ഒരു പരിഗണന പോലും തരാതെ, നിങ്ങളുടെ കാര്യങ്ങളൊന്നും വേണ്ടത്ര ശ്രദ്ധിക്കാതെ, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പോലും വാങ്ങിച്ചു തരാതെ നിങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തുകയായിരുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന ഈ ഒരു വ്യക്തി. ഈ ഒരു അഫർമേഷൻ നിങ്ങൾ ചൊല്ലിക്കഴിയുന്ന ആ ഒരു സമയം നിങ്ങളോട് ചെയ്ത ക്രൂരതകൾ ഓർത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് കുറ്റബോധം ഉണ്ടാവും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു അഫർമേഷൻ നിങ്ങൾ വിശ്വാസത്തോടുകൂടി ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള റീയൂണിയൻ ഉടനെ തന്നെ സംഭവിക്കുന്നതായിരിക്കും. അഫർമേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ആ അഫർമേഷൻ ചൊല്ലുന്നതിന് മുന്നേ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ അരികിൽ മറ്റെല്ലാം ഉപേക്ഷിച്ച് നിങ്ങളുടെ അരികിൽ നിങ്ങളെ സ്നേഹിക്കുവാൻ വേണ്ടി, നിങ്ങളോടൊത്ത് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ വേണ്ടി നിങ്ങളുടെ അരികിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമാണോ ഉണ്ടാകുന്നത് അത്രത്തോളം സന്തോഷത്തോടു കൂടി മാത്രം ഇരുന്നിട്ട് ഈ ഒരു അഫർമേഷൻ നിങ്ങൾ ചൊല്ലുക. മറ്റൊരു ചിന്തകളും നിങ്ങളുടെ തലയിൽ ഉണ്ടാകരുത്. മറ്റൊരു കാര്യത്തിനെക്കുറിച്ച് ഓർത്ത് നെഗറ്റീവ് ചിന്തകൾ പോലും നിങ്ങൾ തിങ്ക് ചെയ്യാതിരിക്കുക. നെഗറ്റീവായിട്ടുള്ള ഒറ്റ കാര്യങ്ങൾ പോലും നിങ്ങൾ തിങ്ക് ചെയ്യാതിരിക്കുക. അഫർമേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം കണ്ണടച്ച് ഒരു 2 മിനിറ്റ് മനസ്സ് ശാന്തമാക്കി വെക്കുക. എന്നിട്ട് ഈ അഫർമേഷൻ ചൊല്ലുക. ഇത് ഞാൻ കാണുമ്പോൾ എൻ്റെ ഫ്രീക്വൻസി സ്നേഹത്തിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് ഉയരുന്നതിനാൽ
ഇത് ഞാൻ കേൾക്കുമ്പോഴെല്ലാം ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം ഇപ്പോൾ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം എനിക്ക് ഇന്നും എന്നും എപ്പോഴും ഇതുപോലെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി, നന്ദി, നന്ദി. എൻ്റെ ജീവിതത്തിലേക്ക് എല്ലായ്പ്പോഴും ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന ദിവ്യമായ സ്നേഹത്തെ സ്വീകരിക്കുന്നതിനായി ഞാൻ സന്തോഷത്തോടെയും നന്ദിയോടെയും ഒരുങ്ങിയിരിക്കുകയാണ്. എനിക്ക് ചുറ്റും എപ്പോഴും ഉള്ളതും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതുമായ സ്നേഹത്തെ സ്വീകരിക്കുന്നതിനായി ഞാൻ സന്തോഷത്തോടെയും നന്ദിയോടെയും ഒരുങ്ങിയിരിക്കുകയാണ്. ഇത് ഞാൻ കേൾക്കുമ്പോഴെല്ലാം ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെക്കുറിച്ച് ചിന്തിക്കുകയും എൻ്റെ സ്നേഹവും സാമീപ്യവും ആഗ്രഹിച്ചുകൊണ്ട് എന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയുമാണ്. ഇത് ഞാൻ കേൾക്കുമ്പോൾ മുതൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെക്കുറിച്ച് ചിന്തിക്കുകയും എൻ്റെ സ്നേഹവും സാമീപ്യവും തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് എന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ കേൾക്കുമ്പോൾ മുതൽ അവരുടെ സ്നേഹം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ കേൾക്കുമ്പോഴെല്ലാം അവരുടെ സ്നേഹം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ കേൾക്കുമ്പോഴെല്ലാം അവരുടെ സ്നേഹം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി, നന്ദി, നന്ദി. ഇത് ഞാൻ ഓരോ തവണ കേൾക്കുമ്പോൾ അവരുടെ മെസ്സേജ്, അവരുടെ ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു മിസ് കോൾ എങ്കിലും എനിക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ മുതൽ ഇനി അങ്ങോട്ട് നിരന്തരമായി അവരുടെ സ്നേഹം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു അഫർമേഷൻ നിങ്ങൾ പറ്റുന്നത്രയും നിങ്ങൾ പറയുക. നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടു കൂടിയാണോ പറയുന്നത് അത്രത്തോളം വേഗത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ അരികിലെത്തുന്നതായിരിക്കും. 100% വിശ്വാസത്തോടുകൂടി ചൊല്ലുമ്പോൾ പെട്ടെന്ന് തന്നെ നിമിഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ റിസൾട്ടും ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം വേണ്ടുന്ന പരിഹാരം നിർദ്ദേശിക്കുന്നതാണ്. സ്നേഹിക്കുന്നവർ തമ്മിൽ പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ സ്നേഹിച്ച വ്യക്തി ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവർ തിരികെ വരുവാൻ വേണ്ടിയിട്ടുള്ള പരിഹാരം ചെയ്തു കൊടുക്കുന്നതാണ്. നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും, കുടുംബ പ്രശ്നം, ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന കലഹങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ കൂടോത്രം, ഇതൊക്കെ കൊണ്ടുണ്ടാകുന്ന എന്ത് പ്രശ്നമാണെങ്കിലും കൃത്യമായിട്ട് ഇവിടെ പരിഹാരം ചെയ്തു കൊടുക്കുന്നതാണ്. താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.